വെൽക്കം ടു വാക്ക് വിത്ത് മീ മിന്നൂസ്. നമ്മൾ ഇന്ന് കുറച്ച് ജ്യൂസ് ഉണ്ടാക്കാൻ പോവാണ്. നല്ല ടേസ്റ്റി ആയിട്ടുള്ളതും ഹെൽത്തി ആയിട്ടുള്ള ജ്യൂസാണ് ഉണ്ടാക്കാൻ പോകുന്നത്. ഫസ്റ്റ് തന്നെ പോംഗ്രനേറ്റ് ആണ്, നമ്മൾ അനാർ മാതള നാരങ്ങ എന്നൊക്കെ പറയുന്ന ജ്യൂസാണ് ഉണ്ടാക്കാൻ പോകുന്നത്. അതിന് വേണ്ട സാധനങ്ങൾ എടുത്ത് വെച്ചിട്ടുണ്ട്. നമ്മൾ 2 അനാറാണ് എടുത്തിരിക്കുന്നത്. 1 2 നിങ്ങളുടെ ഇഷ്ടം പോലെ എടുക്കാം. പിന്നെ നമ്മൾ ഷുഗർ എടുത്ത് വെച്ചിട്ടുണ്ട്. പിന്നെ ഇതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് യൂസ് ചെയ്യുന്നത് കരിക്കാണ്. അതിൻ്റെ ടേസ്റ്റാണ്, അതിൻ്റെ ഒരു ഫ്ലേവറാണ് ഈ ജ്യൂസിന് ഏറ്റവും ടേസ്റ്റ് കിട്ടുന്നത്. പിന്നെ ഐസ്ക്രീം, പിന്നെ ഒരു കപ്പ് പാല് നമുക്ക് വേണ്ടതനുസരിച്ച് ആഡ് ചെയ്ത് കൊടുക്കാം. ഞാൻ ഇപ്പോൾ 1 കപ്പാണ് എടുത്ത് വെച്ചിരിക്കുന്നത്. നമുക്ക് അനാറും കരിക്കും കൂടെ ഒന്ന് മിക്സിയിൽ അടിച്ചെടുക്കുക ആദ്യം. ഇത് നമ്മുടെ സ്കിന്നിനും ബോഡിക്കും ഒക്കെ വളരെ നല്ലതാണ്. ഇത് നമ്മുടെ ബോഡിയിലെ ഹീമോഗ്ലോബിൻ്റെ അളവ് കൂട്ടി, അതായത് നമ്മുടെ ബ്ലഡിലെ അളവ് കൂട്ടാനായിട്ട് ഹെൽപ്പ് ചെയ്യും. പിന്നെ പീരീഡ്സ് ഒക്കെ ആകുമ്പോൾ ക്രാംസ് ഒക്കെ വരുന്നുണ്ടെങ്കിൽ അത് കുറക്കാനും ഈ ജ്യൂസ് നല്ലതാണ്. പീരീഡ് ആകുമ്പോൾ കഴിക്കാൻ വളരെ നല്ല സാധനമാണിത്. ഇപ്പോൾ അതിന് നല്ലൊരു അടിപൊളി കളറ് കിട്ടും. ഇനി നമുക്ക് അതിലോട്ട് പാൽ ആഡ് ചെയ്ത് കൊടുക്കാം. പിന്നെ ആവശ്യത്തിന് പഞ്ചസാര, പിന്നെ ഐസ്ക്രീം, അതെല്ലാം ആഡ് ചെയ്തിട്ട് ഒന്നുകൂടെ അടിച്ചെടുക്കാം. എന്നിട്ട് നന്നായിട്ട് അരിച്ചെടുക്കുക കേട്ടോ. അതിൽ ആ മാതള നാരങ്ങയുടെ കുരു ഉണ്ടാകും. അപ്പം നന്നായിട്ടൊന്ന് അരിച്ചെടുത്ത് നമുക്ക് ഗ്ലാസ്സിലാക്കാം. നെക്സ്റ്റ് നമ്മൾ ഉണ്ടാക്കുന്നത് ഗ്രേപ്പ് ജ്യൂസ് ആണ്. അതിന് ഒത്തിരി ഗുണങ്ങളുണ്ട് എന്നുള്ളത് നമുക്ക് എല്ലാവർക്കും അറിയാം. ഇതിൽ നമ്മൾ 1 കപ്പ് കറുത്ത മുന്തിരി കഴുകി വൃത്തിയാക്കി എടുത്ത് വെച്ചിട്ടുണ്ട്. അത് നമ്മൾ കുക്കറിലോട്ട് ഇടാണ്. മിക്സിയിൽ ഇത് അടിച്ചെടുക്കുന്നതിനേക്കാൾ കുക്കറിൽ മാക്സിമം ഒരു വിസിൽ മാത്രം കേൾപ്പിച്ച് അത് പിഴിഞ്ഞെടുക്കുന്നതാണ് കുറച്ചുകൂടി നല്ലത്. അപ്പോൾ അതിൻ്റെ കുരു നമുക്ക് സെപ്പറേറ്റ് ചെയ്തെടുക്കാൻ പറ്റും. ചിലർക്ക് ഇതിൻ്റെ കുരു അലർജിയാണ്. നമ്മുടെ ചുണ്ടിൻ്റെ ഭാഗമൊക്കെ ചൊറിയുന്ന പോലെ ഒക്കെ ഫീൽ ചെയ്യുന്നത് കേട്ടിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഇങ്ങനെ എടുക്കുന്നതായിരിക്കും കുറച്ചുകൂടെ ബെറ്റർ. ഒരു അരിപ്പ വെച്ചിട്ട് നന്നായിട്ട് പിഴിഞ്ഞെടുക്കുക. അതിന് ശേഷം ചെറിയ ചൂടുവെള്ളം ആഡ് ചെയ്ത് കൊടുത്ത് ഒന്നുകൂടെ പിഴിഞ്ഞെടുക്കുക. നമ്മളതിൽ പഞ്ചസാര ആഡ് ചെയ്തിട്ടുണ്ടായില്ല, അപ്പോൾ അതുകൂടെ ആഡ് ചെയ്തിട്ട് എടുക്കുക. ഇത് അലോവേര ജ്യൂസാണ്. അലോവേര എന്ന് കേൾക്കുമ്പോൾ തന്നെ എല്ലാവർക്കും കയ്പായിരിക്കും മനസ്സിലോട്ട് വരുന്നത്. പക്ഷേ ഇത് കൂട്ടത്തിൽ ഏറ്റവും ടേസ്റ്റി ആയിട്ടുള്ള ജ്യൂസാണിത്. നമ്മുടെ സ്കിന്നിനാണെങ്കിലും ബോഡിക്കാണെങ്കിലും ഹെയറിനാണെങ്കിലും ഏറ്റവും നല്ല സംഭവമാണിത്. അപ്പോൾ നമുക്ക് അലോവേരയുടെ ജെല്ല് മാത്രം മതി. നമുക്ക് ആ ജെല്ല് സെപ്പറേറ്റ് ചെയ്തിട്ട് പാത്രത്തിൽ വെച്ച് കുറച്ച് സമയം വെള്ളത്തിലിട്ട് വെക്കാം. 10-20 മിനിറ്റ് മതിയാവും. അതിനുശേഷം അത് നന്നായിട്ട് കഴുകി മിക്സിയുടെ ജാറിലോട്ട് ഇടുക. കൂട്ടത്തിൽ കുറച്ച് നാരങ്ങാനീരും 1 കഷ്ണം ഇഞ്ചിയും പുതിനയിലയും കൂടി ഇട്ടിട്ട് നന്നായിട്ട് അരച്ചെടുക്കുക. അത് അരച്ച ശേഷം കുറച്ച് വെള്ളം കൂടെ ആഡ് ചെയ്ത് കൊടുത്തിട്ട് ഒന്നും കൂടെ മിക്സ് ചെയ്തെടുക്കാം. ജെല്ല് നന്നായിട്ട് കഴുകിയിട്ടുണ്ടാവും കേട്ടോ, അല്ലെങ്കിൽ നല്ല കയ്പ്പ് ഉണ്ടാവും. പിന്നെ അത് അരിച്ചെടുത്തിട്ട് നമ്മൾ പഞ്ചസാര ആഡ് ചെയ്തിട്ടുണ്ടായില്ല, പഞ്ചസാരയും പിന്നെ തേനുണ്ടെങ്കിൽ അതും പിന്നെ 1 കഷ്ണം മുളകും കൂടെ ആഡ് ചെയ്ത് ഗ്ലാസ്സിലോട്ട് മാറ്റാം. ഈ ജ്യൂസ് അങ്ങനെ എല്ലാവരും കഴിച്ചു കാണാൻ വഴിയില്ല. അത് നമ്മുടെ മഷിത്തണ്ട് ചെടിയാണ്. മഷിപ്പച്ച എന്നൊക്കെ പറയുന്നു തോന്നുന്നു. നമ്മുടെ വീട്ടിലെ വഴിയിലൊക്കെ കാണുന്ന ചെടി തന്നെയാണ്. ഇത് തോരനൊക്കെ വെച്ച് കഴിക്കുന്നത് കേട്ടുണ്ടാവും. ജ്യൂസ് അടിക്കുന്നത് എല്ലാവരും കേട്ട് കാണാൻ വഴിയില്ല. അപ്പോൾ നമുക്കിത് നന്നായിട്ട് കഴുകി വൃത്തിയാക്കി ജാറിലോട്ട് മാറ്റാം. അതിനുശേഷം 1 കഷ്ണം ഇഞ്ചിയും 1/2 ലെമണിൻ്റെ ജ്യൂസും പിന്നെ പുതിനയിലയും കൂടി ഇട്ട്, അതായത് നമ്മൾ നേരത്തെ അലോവേര ചെയ്ത അതേ രീതിയിൽ തന്നെയാണ് ഇതും ചെയ്തെടുക്കുന്നത്. നന്നായിട്ട് വെള്ളം കൂടെ ആഡ് ചെയ്ത് അരിച്ചെടുക്കാം. പിന്നീട് പഞ്ചസാരയും എരിവിന് 1 കഷ്ണം മുളകും കൂടി ഇട്ടിട്ട് നമുക്ക് ഗ്ലാസ്സിലോട്ട് മാറ്റാം.
ഇത് നമ്മുടെ സ്വന്തം ക്യാരറ്റ് ജ്യൂസ് ആണ്. നമ്മൾ 2 ക്യാരറ്റ് എടുത്ത് വെച്ചിട്ടുണ്ട്. അതൊന്ന് കട്ട് ചെയ്ത് വേവിച്ചെടുക്കുകയാണ്. കാരണം ആ ക്യാരറ്റിന്റെ റോ ടേസ്റ്റ് എനിക്ക് ഇഷ്ടമല്ല. എല്ലാവർക്കും അങ്ങനെയാണെന്നില്ല. ഞാൻ അതുകൊണ്ട് വേവിച്ചാണ് എടുക്കുന്നത്. അപ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റും കൂടെ ആയിരിക്കും. അതിലേക്ക് കുറച്ച് പാലും മിൽക്ക് മെയ്ഡും കൂടെ ആഡ് ചെയ്ത് നമുക്ക് അരിച്ചെടുക്കാം. അപ്പോൾ എന്തായാലും ഡെയിലി ഓരോ ജ്യൂസ് വെച്ചിട്ട് എല്ലാവരും പരീക്ഷിച്ച് നോക്കുക. നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. ടാറ്റാ.